കോഴിക്കോട് പെരുമണ്ണയിലേക്കാണ് അവിടെ വൻ തീപിടുത്തമുണ്ടായി എന്നുള്ള വിവരങ്ങൾ വരുന്നു. ആക്രിക്കട പൂർണ്ണമായും കത്തി നശിച്ചു. സമീപത്തെ ഹോട്ടലിലേക്കും തീ പടർന്നു. ഫയർഫോഴ്സിന്റെ 7 യൂണിറ്റുകൾ എത്തിയാണ് തീയണയ്ക്കുന്നത്. തീപിടുത്തം കണ്ട് സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് ചാടിയ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു. രണ്ടര മണി സമയത്ത് റൂമിൽ മൊത്തം പോവുകയും പിന്നെ എന്തൊക്കെ ഒച്ചപ്പാട് കേൾക്കുമ്പോൾ തുറന്ന് നോക്കി ഡോർ തുറന്ന് നോക്കുമ്പോൾ മൊത്തം ആളിപ്പാടുന്നതായിട്ട് ഹോട്ടലിൽ ആഗ്രഹം രണ്ടുണ്ട് അവിടെ ഹോട്ടലുണ്ട് പിന്നെ കടയുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലാണ്. പിന്നെ ഏകദേശം എത്ര മണിയോട് കൂടിയാ? ഒരു രണ്ടര മണിയിട്ടുണ്ടാവും. ചൂടും പിന്നെ പുകയും കൊണ്ട് പുറത്ത് നെട്ടിയോട് നടന്നത്. സംഭവസ്ഥലത്ത് നിന്ന് ദൃശ്യ പുതിയിടത്ത് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദൃശ്യ, പുലർച്ചെയാണ് തീപിടുത്തം ഉണ്ടായതെന്ന് പറയുന്നു. എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്? തീ അണയ്ക്കാൻ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജിൽസി, ഞാനിപ്പോൾ സംഭവ സ്ഥലത്താണുള്ളത്. നമുക്കിവിടെ പുറകോട്ട് നോക്കിയാൽ കാണാം, ഇവിടെ അബ്ദുറഹ്മാൻ എന്ന ആളുടെ ആക്രിക്കടയ്ക്കാണ് തീ പിടിച്ചത്. ഈ ആക്രിക്കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഈ അടുക്കള ഭാഗത്തേക്ക്, ഈ ഹോട്ടലിന്റെ അടുക്കള ഭാഗത്തേക്കും തീ പടർന്നിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ സമീപത്തുള്ള പള്ളിയിലേക്കും തീ പടർന്നിട്ടുണ്ട്. ഈ തീ പിടിക്കുന്നത് കണ്ട് അടുത്തുള്ള സമീപത്തുള്ള കെട്ടിടത്തിൽ നിന്ന് ചാടിയ ഇതര സംസ്ഥാന തൊഴിലാളിക്കും പരിക്കേറ്റിട്ടുണ്ട്. നമുക്കൊരു വലിയ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുണ്ട്. ഇവർ നിലവിൽ തീ നിയന്ത്രണമാക്കി. സാർ, എന്തായിരുന്നു സംഭവിച്ചത്? എത്ര മണിയോടെയായിരുന്നു അപ്പോൾ? ഏകദേശം 2:30 കൂടിയിട്ടാണ് മീൻചന്ത നിലയത്തിൽ ഇവിടെ ഇങ്ങനെ പെരുവണ്ണയ്ക്കടുത്ത് ആക്രിക്കടക്ക് ചെറിയ ഷോപ്പിന് തീ പിടിച്ചെന്ന് പറഞ്ഞിട്ടാണ് വന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിട്ട് 2 യൂണിറ്റായിട്ട് ആദ്യം വന്നു. ഇവിടെ എത്തിയപ്പോൾ തീയുടെ വ്യാപ്തി കണ്ടിട്ട് മീൻചന്ത നിലയത്തിൽ തന്നെയുള്ള വലിയ വാട്ടർ ബൗസർ എന്ന് പറഞ്ഞ 12,000 ലിറ്ററിന്റെ വാഹനവും വന്നു. ഇവിടെ എത്തിയപ്പോൾ കൂടാതെ മീൻചന്ത, വെള്ളിമാടുകുന്ന്, കോഴിക്കോട് ബീച്ച് എന്നീ നിലയങ്ങളിൽ നിന്ന് മറ്റ് 2 വീതം വാഹനങ്ങൾ കൂടെ വരികയും ചെയ്തു. അങ്ങനെ മൊത്തം 7 ഫയർ ടെൻഡറുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിലേക്ക് ആവശ്യമായ വെള്ളം തീരുന്നതിനനുസരിച്ച് ആവശ്യമായ വെള്ളം അടുത്തുനിന്ന് കുളത്തിൽ നിന്നും പുഴയിൽ നിന്ന് എടുക്കുകയും ഏകദേശം 1,00,000-ലധികം ലിറ്റർ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് തീ ഇങ്ങനെ ഈ കാണുന്ന രീതിയിലേക്കാക്കി മാറ്റിയത്. ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഇവിടെ മൊത്തത്തിൽ തീ വ്യാപിച്ച് കിടക്കുകയായിരുന്നു. അടുത്ത് തന്നെ ഓലെ ബൈക്കിന്റെ ഷോറൂം ഉണ്ടായിരുന്നു. പിന്നെ പള്ളിയും കുറെ അപ്പാർട്ട്മെന്റ് പോലുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അവിടേക്കൊന്നും തീ പോകാതെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു മെച്ചമാണ്. ആയതുകൊണ്ട് തന്നെ ഇത്ര നേരത്തെ കഠിന പ്രയത്നം കൊണ്ട് തീ പൂർണ്ണമായിട്ട് തന്നെ നിർത്തി. അവസാന സമയത്ത് ഉണ്ടായ യന്ത്രസഹായത്തിന്റെയും അതുപോലെ തന്നെ വളണ്ടിയേഴ്സിന്റെയും അതുപോലെ നാട്ടുകാരുടെയും സഹകരണം വളരെ കൂടുതൽ ലഭിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്. എത്രത്തോളം നാശനഷ്ടം ഉണ്ടാവും? നാശനഷ്ടത്തിന്റെ കണക്ക് ഞങ്ങൾ അവരുടെ മുതലാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട്. മുതലാളി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ ഇതിനിടയിൽ ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഏകദേശം വളരെ വലിയൊരു നഷ്ടം തന്നെയാണത് കാണുന്നത്. തീപിടുത്തത്തിന്റെ കാരണവും ഇൻസിനേറ്ററിന്റെ സൈഡിൽ നിന്നാണ് ഉണ്ടായതെന്നാണ് ആദ്യം കണ്ടവർ പറയുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് മറ്റ് തുടർ അന്വേഷണത്തിൽ നിന്നാണ് ഇതിന്റെ ശരിയായ കാരണവും ശരിയായ നഷ്ടവും നമുക്ക് കണക്കൂട്ടാൻ കഴിയുള്ളൂ. ജിൽസി, പറഞ്ഞതുപോലെ പെരുമണ്ണ വെള്ളായിക്കോട് റോഡിലാണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രിക്കടയുടെ ഉടമ നമ്മളുടെ കൂടെയുണ്ട്. ഇവർ പറഞ്ഞത് പ്രകാരം വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. എത്രത്തോളം സാധനങ്ങൾ കത്തിപ്പോയിട്ടുണ്ടാവും? ഒരു 15 ലക്ഷം രൂപ സാധനം കത്തിപ്പോയി. എങ്ങനെയാണ് വിവരം? എങ്ങനെയാണ് ഇവിടുന്ന് ആരോ ഒന്ന് വിളിച്ച് എന്റെ മോനെ വിളിച്ച് പറഞ്ഞാ ഇങ്ങനെ പീടിക്ക് കത്തി. ശരി ദൃശ്യ, എന്തായാലും ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയൂ. അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ദൃശ്യം നൽകുന്നത്.